ഹല്ലേലൂയ. വീര്യപ്രവൃത്തിയിൽ ചെയ്തിട്ടുണ്ടാവും. കാരണം കൃപാവരങ്ങളെക്കുറിച്ച് കർത്താവ് അനുദപിക്കുന്നില്ല. പ്രവചനം ഉണ്ട്, പ്രൈസ് ഗോഡ്. കൃപാവരങ്ങളെക്കുറിച്ച് കർത്താവ് അനുദപിക്കുന്നില്ല, എടുത്തു കളയുന്നില്ല. സ്തോത്രം. അത്ഭുതങ്ങൾ വെച്ചോണ്ട്, രോഗശാന്തി വെച്ചോണ്ട്, പ്രവചനപരം വെച്ചോണ്ട് അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ശുശ്രൂഷകൻ വിശുദ്ധനാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്തോത്രം, അറിയാത്ത പ്രവാചകന്മാരുടെയോ ശുശ്രൂഷന്മാരുടെ കീഴിൽ പോയി തല വെച്ചു കൊടുക്കല്ലേ. സ്തോത്രം. പണി കിട്ടും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ എന്ത് ചെയ്യണം? സ്തോത്രം. രണ്ടാമത് പറയുന്നു, ദൈവത്തിനു വേണ്ടി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റഡ് അൺടു ഗോഡ്. ഹല്ലേലൂയ. സ്തോത്രം. സമർപ്പിത ജീവിതം എന്ന് പറഞ്ഞാൽ, കോൺസെൻട്രേറ്റഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ, ഒന്നാമത് പ്രമാണിക്കണം, രണ്ടാമത് സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സമശിഷ്ടങ്ങളെയും സ്നേഹിക്കണം. ബുദ്ധിമുട്ടാകട്ടോ, അത്ര എളുപ്പമല്ല. പക്ഷേ ദൈവത്തോട് കൃപ ചോദിച്ചു മേടിച്ചാൽ അത് കിട്ടും. കൃപ മേടിക്കണം. സ്തോത്രം. കാരണം സ്തോത്രം, നമ്മൾ ഓരോ ദിവസവും ഇടപഴകുമ്പോഴും നമ്മുടെ മനസ്സ് നീരസപ്പെട്ടു പോകും. പക്ഷേ ദൈവസന്നദ്ധിയിൽ കടന്നിരുന്ന് കരയണം. നിരപ്പാകേണ്ടടുത്ത് നിരപ്പാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. മൂന്നാമത്, അവൻ്റെ എല്ലാ വഴികളിലും നടക്കണം. മൂന്നാമത് പറയുന്നു, അവൻ്റെ എല്ലാ വഴികളിലും നടക്കണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത്ര എളുപ്പമുള്ള വഴിയല്ല, വിശാല വഴിയല്ല, ഇടുക്കമുള്ള വഴിയാണ്, ഞെരുക്കമുള്ള വഴിയാണ്. പക്ഷെ ഒറ്റയ്ക്ക് വിടത്തില്ല കേട്ടോ. ഹല്ലേലൂയ.